പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ ആരാധന, ഈശോയെ സ്തുതി, നന്ദി. പരമ കാരുണ്യവാനായ ഈശോയെ, ഞങ്ങൾ അങ്ങേ സന്നിധിയിലായിരിക്കുന്നു. ഈശോയുടെ അങ്ങേ സ്നേഹ സാന്നിധ്യത്തിന് പ്രത്യേകമായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് വീണ്ടും അങ്ങയുടെ തിരുസന്നിധിയിലെത്തുവാനായിട്ട് അനുഗ്രഹിച്ചതിനെ ഓർത്ത് നല്ലവനായ ഈശോയെ അങ്ങേക്ക് സ്തുതി, ആരാധന, നന്ദി. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഭയങ്ങളെയും ആകുലതകളെയും പരിപൂർണമായി അങ്ങയുടെ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഞങ്ങൾ പരിപൂർണമായി ഇറക്കി വയ്ക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ പ്രകാശം ഞങ്ങളുടെ ഉള്ളിൽ പ്രവേശിക്കുകയും ഞങ്ങളുള്ള സകല അന്ധകാരവും പരിപൂർണമായി ഞങ്ങളിൽ നിന്നും നീക്കം ചെയ്യട്ടെ. പ്രിയ സഹോദരങ്ങളെ, യെശയ്യാ പുസ്തകം 43 അധ്യായം 2 വാക്യം നമ്മുടെ ധ്യാന വിഷയമാക്കാമെന്ന്. നീ വെള്ളത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികളിലൂടെ കടന്നു പോകുമ്പോൾ അവ നിന്നെ മുക്കിക്കളയുകയില്ല. നീ അഗ്നിയിലൂടെ നടന്നാലും പൊള്ളുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഈശോയെ, ദിവികാരുണനാഥനായ ഈശോയെ, വചനത്തിൻ്റെ അഭിഷേകം ഞങ്ങളിലും ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിലും പരിപൂർണമായി ഈ വചനത്തിൻ്റെ അഭിഷേകം നിറയുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ വചനത്തിൻ്റെ വലിയൊരു ചിന്തയതാണ്. പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും, പക്ഷേ നാം ഒറ്റയ്ക്കല്ല എന്നുള്ളതാണ്. നാം വെള്ളത്തിലൂടെയോ അഗ്നിയിലൂടെയോ നടന്നാൽ പോലും അത് കടന്നു പോകേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ എങ്കിലും നാം ഒറ്റയ്ക്കല്ല, ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുകയാണ്. അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ കഠിനമായ പരീക്ഷണങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. അത് പല വ്യക്തികളിൽ നിന്നും പല സാഹചര്യങ്ങളിൽ നിന്നും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും ദൈവത്തിൻ്റെ ഈ വചനം, യെശയ്യാ 43:2 അഭിഷേകം നമ്മുടെ കൂടെ ഉണ്ട് എങ്കിൽ, ആ ഒരു വചനത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന സ്വരം ഇതാണ്: ഞാൻ നിന്നോട് കൂടെ ഉണ്ടാകുമെന്നുള്ളതാണ്. അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ദൈവം നൽകിയ വാഗ്ദാനം ഒരിക്കലും അവിടുന്ന് പിൻവലിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ മാത്രമേ വാഗ്ദാനം കൊടുത്ത് പിൻവലിക്കാറുള്ളൂ. നമ്മുടെ ഇഷ്ടമനുസരിച്ച്, നമ്മുടെ താല്പര്യമനുസരിച്ച്, നമ്മുടെ സാഹചര്യമനുസരിച്ച് നമ്മുടെ വാക്കുകൾ മാറുകയും വാഗ്ദാനങ്ങൾ മാറ്റം വരുത്തുകയും ചെയ്യും. പക്ഷേ ദൈവത്തിൻ്റെ വാഗ്ദാനം എപ്പോഴും അവിടെയുണ്ട്. നമ്മൾ വാക്ക് മാറ്റുന്നവരായതുകൊണ്ട് പലപ്പോഴും ദൈവത്തിൻ്റെ വാഗ്ദാനത്തെയും ദൈവത്തിൻ്റെ ഉറപ്പിനെയും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. വിശ്വസിക്കാൻ സാധിച്ചാൽ നമുക്ക് അത്ഭുതങ്ങൾ കാണാനായിട്ട് സാധിക്കും. അതാണ് അതിൻ്റെ കാര്യം. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം ഇതാണ്: സംരക്ഷണം നമുക്ക് ഉറപ്പാണ് എന്നുള്ളതാണ്. ജലത്തിലൂടെ നടന്നു പോകേണ്ടി വന്നാലും അഗ്നിയിലൂടെ നടന്നു പോകേണ്ടി വന്നാലും അവിടുത്തെ സംരക്ഷണം നമുക്കുണ്ട്. ജലം നമ്മെ മുക്കിക്കളയില്ല എന്നും അഗ്നി നമ്മെ പൊള്ളലേൽപ്പിക്കുകയില്ല എന്നും അവിടെ നമ്മെ ഉറപ്പ് നൽകുകയാണ്. അതായത് സാഹചര്യങ്ങൾ എത്രമാത്രം കഠിനമായാലും അവിടുത്തെ കൃപ നമ്മെ താങ്ങി നിർത്തും. ദൈവത്തിൻ്റെ സമാധാനം ഈ ലോകം തരുന്ന സമാധാനമല്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടുന്ന് നൽകുന്ന ആത്മധൈര്യമാണ്.
സഹോദരങ്ങൾ, ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ചുകൊണ്ട് വചനത്തോട് ചേർന്നിരുന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ആത്മാവെ, നമ്മുടെ ആത്മാവിനെ നമുക്ക് പറഞ്ഞു പഠിപ്പിക്കാം. എൻ്റെ ആത്മാവെ, നീ എന്തിനും ഭയപ്പെടുന്നു? ദൈവം നിന്നെ പേര് ചൊല്ലി വിളിച്ച ദൈവം നിൻ്റെ കൂടെയുണ്ട്. നിൻ്റെ കഷ്ടപ്പാടുകളേക്കാൾ വലിയവനാണ് നിൻ്റെ ദൈവം. നമ്മുടെ ആത്മാവിനെ നാം പറഞ്ഞു പഠിപ്പിക്കേണ്ട ഒരു വലിയൊരു കാര്യമാണ്. നമ്മൾ അനുദിന ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന നമ്മുടെ കഷ്ടപ്പാടുകളേക്കാൾ വലിയവനാണ് എൻ്റെ ദൈവം. ഈ നിമിഷം ദൈവം നൽകുന്ന ആശ്വാസം എൻ്റെ ഹൃദയങ്ങളിലേക്ക് ഒഴുകി വരുന്നു. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ദൈവം എന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. എൻ്റെ കരം പിടിച്ച് എന്നെ നടത്തുന്ന ദൈവം എൻ്റെ കൂടെയുണ്ട്. ഈശോയെ, വഴിമുട്ടി നിൽക്കുന്ന ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ അവിടുന്ന് വെളിച്ചമാകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തളർന്നു പോകുന്ന ഞങ്ങളുടെ മനസ്സിനെ അങ്ങയുടെ സ്നേഹത്താൽ സംരക്ഷണത്താൽ ശക്തിപ്പെടുത്തണമേ. നാളെക്കുറിച്ചുള്ള പേടിയില്ലാതെ പരിപൂർണമായി അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള കൃപ നൽകണമേ. ഈശോയെ, വലിയ ശാന്തി, വലിയ സമാധാനം, വലിയ കൃപ പരിപൂർണമായി ഞങ്ങൾക്ക് നൽകണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. പ്രിയ സഹോദരങ്ങളെ, നമ്മളെല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളും തമ്പുരാന്റെ സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ഈ വചനത്തിൻ്റെ അഭിഷേകം നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ. ആ അഭിഷേകത്തിലായിരുന്നു കൊണ്ട് നമുക്ക് കഴിഞ്ഞ ദിവസമൊക്കെ ധ്യാനിച്ചതുപോലെ പ്രാർത്ഥനകളും സ്തുതികളും ഒക്കെ പ്രാർത്ഥനകളും നിയോഗങ്ങളെല്ലാം സമർപ്പിക്കുമ്പോൾ ഈശോയെ, നീ ഇതെനിക്കെല്ലാം തന്നതിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ നിയോഗങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ലഭിച്ച കൃപകളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. കൂടുതൽ അനുഗ്രഹങ്ങളിലേക്ക് തമ്പുരാൻ ഇന്നേ ദിവസം നമ്മെ നയിക്കട്ടെ. നമുക്ക് അവിടുത്തെ വാഗ്ദാനങ്ങളിൽ പരിപൂർണമായി വിശ്വസിച്ച് മുന്നോട്ട് പോകാം. ഈശോ നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സുഖവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.